ഞങ്ങൾ ജയിക്കുമ്പോൾ ഞാൻ ഒരു ജർമ്മൻകാരനാണ്, തോൽക്കുമ്പോൾ വെറുമൊരു കുടിയേറ്റക്കാരനും. 8 വർഷങ്ങൾക്ക് മുൻപ് ജർമ്മൻ ഫുട്ബോൾ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ട് വിഖ്യാത താരം മെസ്യൂട്ട് ഓസിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടെഴുതിയ വരികളാണിത്. തുർക്കി വംശജനായതിന്റെ പേരിൽ ജർമ്മനിയുടെ പരാജയങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും മാധ്യമങ്ങളും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഓസിലിന്റെ തലയിൽ കെട്ടിവെച്ചപ്പോഴാണ് ആ പ്രതിഭയ്ക്ക് കളം വിടേണ്ടി വന്നത്. അന്ന് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ തലവൻ പോലും ഓസിലിനെ സംരക്ഷിച്ചില്ല. വർഷങ്ങൾ 8 കഴിഞ്ഞു. ജർമ്മൻ ഫുട്ബോളിന്റെ ആ വംശീയ മനോഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. അവർ വീണ്ടും ഒരു ബലിയാടാക്കൽ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ ചുമത്തിയിരിക്കുന്നത് ഡെനിസ് ഉണ്ടാവിന്റെ ചുമലിലാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 ലോകകപ്പിൽ തോറ്റ് തുടർച്ചയായ 3-ാം തവണയും പ്രീ ക്വാർട്ടർ കാണാതെ ജർമ്മനി നാണം കെട്ട് പുറത്തായിരിക്കുന്നു. തോൽവിക്ക് കാരണം തങ്ങളുടെ തന്ത്രങ്ങളുടെ പോരായ്മയോ അക്കാദമിക് സിസ്റ്റത്തിന്റെ പരാജയമോ ആണെന്ന് സമ്മതിക്കാൻ അവിടെയുള്ള അധികാരികൾക്ക് ഇപ്പോഴും മടിയാണ്. അതിന് പകരമാണ് കുർദിഷ് യസീദി പശ്ചാത്തലമുള്ള സ്ട്രൈക്കറായ ഡെനിസ് ഉണ്ടാവിനെ അവർ ഇരയാക്കുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റിട്ടില്ലാത്ത ജർമ്മനി പരാഗ്വേക്കെതിരായ നിർണായക മത്സരത്തിൽ 3 കിക്കുകളാണ് പാഴാക്കിയത്. എന്നാൽ ആ തകർച്ചയ്ക്ക് മറുപടി പറയാൻ നിൽക്കാതെ ജർമ്മൻ കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ ഒരു മത്സരത്തിലെ ചെറിയൊരു പിഴവിന്റെ പേരിൽ ഉണ്ടാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഒറ്റപ്പെടുത്തി. ഈ ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങളിൽ ടീമിനെ രക്ഷിച്ച 5 ഗോളുകളിൽ പങ്കാളിയായതും ഇതേ ഡെനിസ് ഉണ്ടാവായിരുന്നു. ഐവറി കോസ്റ്റിനെതിരായ മത്സരത്തിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിലും ഉണ്ടാവിന്റെ കളി മികവായിരുന്നു. തോൽവിക്ക് ശേഷം ടീമിന്റെ തന്ത്രപരമായ പാളിച്ചകളെക്കുറിച്ചും കളിയിലെ വീര്യമില്ലായ്മയെക്കുറിച്ചും ഉണ്ടാവ് തുറന്നു പറഞ്ഞതാണ് കോച്ചിനെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കളിക്കാരുമായി ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനേക്കാൾ കമ്പ്യൂട്ടർ ഡാറ്റകളെ മാത്രം ആശ്രയിക്കുന്ന ലാപ്ടോപ്പ് ട്രെയിനർ എന്ന ചീത്തപ്പേരുള്ള പരിശീലകനാണ് നാഗൽസ്മാൻ. അദ്ദേഹത്തിന്റെ ഈ ശൈലിയും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭ്യന്തര കലഹങ്ങളുമാണ് ടീമിനെ ഈ ദുരവസ്ഥയിലെത്തിച്ചത്. ഈ വിമർശനങ്ങളിൽ നിന്ന് സ്വന്തം കസേര രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉണ്ടാവിനെ ബലിയാടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2014 ജർമ്മനിയെ ലോക കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച താരമായിരുന്നു ഓസിൽ. എന്നാൽ 2018 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പുറത്താകലോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടൂർണമെന്റിന് തൊട്ടു മുൻപ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിപ് എർദോഗനൊപ്പം എടുത്ത ഒരു ചിത്രത്തിന്റെ പേരിൽ ഓസിലിന്റെ രാജ്യസ്നേഹം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. വംശീയമായ അധിക്ഷേപങ്ങളും കൊലവിളികളും ജർമ്മൻ തെരുവുകളിൽ ഓസിലിന് നേരിടേണ്ടി വന്നു. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് ഗ്രൻഡൽ പോലും പരസ്യമായി ഓസിലിനെതിരെ രംഗത്തു വന്നു. ഒടുവിൽ വംശീയ വിദ്വേഷം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം 30-ാം വയസ്സിൽ അന്താരാഷ്ട്ര കരിയർ അദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നത്. അന്ന് ഓസിലിനുണ്ടായ അതേ അനുഭവമാണ് ഇന്ന് ഉണ്ടാവിലും ജർമ്മനി ആവർത്തിക്കുന്നത്. ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും മികച്ച യൂത്ത് അക്കാദമികൾ ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന ജർമ്മനിക്ക് ഇന്ന് ലോകോത്തര കളിക്കാരെയോ മികച്ച പരിശീലകരെയോ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. കളിക്കളത്തിലെ തന്ത്രപരമായ പരാജയങ്ങളെയും ദീർഘവീക്ഷണമില്ലായ്മയെയും വംശീയമായ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മറച്ചുപിടിക്കാനാണ് ജർമ്മൻ ഫുട്ബോൾ നേതൃത്വം ശ്രമിക്കുന്നത്. ഡെനിസ് ഉണ്ടാവിനെ പോലെയുള്ള ഒരു കളിക്കാരൻ ജർമ്മനിയുടെ ഔദ്യോഗിക അക്കാദമി സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന ആളല്ല. സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഫാക്ടറി ജോലികൾ ചെയ്തും താഴെത്തട്ടിൽ നിന്ന് പൊരുതിക്കയറി വന്ന പ്രതിഭയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു കളിക്കാരനാണ് ഇപ്പോൾ വംശീയമായി വേട്ടയാടപ്പെടുന്നത്. പക്ഷേ ഈ വംശീയ ആക്രമണങ്ങൾക്കിടയിലും പ്രത്യാശ നൽകുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ ജർമ്മൻ ഫുട്ബോൾ ആരാധകർ കോച്ചിന്റെ ഈ വംശീയ തന്ത്രത്തിൽ വീണുപോയിട്ടില്ല. അവർ തങ്ങളുടെ പ്രതിഷേധം കോച്ച് നാഗൽസ്മാന്റെ കഴിവുകേടിനെതിരെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഫുട്ബോളിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ തോൽക്കുമ്പോൾ കളിക്കാരന്റെ വംശവും പാരമ്പര്യവും നോക്കി അവരെ ബലിയാടാക്കുന്ന ഈ രീതി കായിക ലോകത്തിന് തന്നെ നാണക്കേടാണ്. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ തങ്ങളുടെ സിസ്റ്റത്തിലെ യഥാർത്ഥ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ഓസിലിനെ പോലെയും ഉണ്ടാവിനെ പോലെയുമുള്ള പ്രതിഭകളെ അവർക്ക് ഇനിയും നഷ്ടപ്പെടും. ഒപ്പം ജർമ്മൻ ഫുട്ബോളിന്റെ പഴയ പ്രതാപം വെറുമൊരു ഓർമ്മയായി മാറുമെന്നും ഫുട്ബോൾ പ്രേമികൾ ജർമ്മനിയെ ഓർമ്മപ്പെടുത്തുന്നു.